Hey guys, hope you all are doing well. നമ്മൾ ഇന്ന് ബിഗിനേഴ്സ് ചാലഞ്ചിന്റെ ഡേ 2ലേക്ക് മൂവ് ചെയ്യാണ്. ആൻഡ് ഡേ 1 നിങ്ങൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോസ് കാണുകയും ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാവരും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറെ ആൾക്കാരെ ചെക്ക് ചെയ്തു, കുറെ ആൾക്കാർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറച്ച് ആൾക്കാർ കുറച്ചൊക്കെ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത സംഭവമാണ്. അതെന്തായിരുന്നു മിസ്റ്റേക്ക്, അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കുറെ ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ക്ലാസ് ഒക്കെ അടിപൊളിയായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാൽ കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഗ്രാമറൊക്കെ പഠിക്കണോ, ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ, എന്തെങ്കിലും വേറെ കുറുക്കൂടിയോ കോഡുകളൊക്കെ ഉണ്ടോ എന്ന് വെച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗ്രാമറും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ സെൽഫ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കില്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങൾ തെറ്റ് വരുത്തേണ്ടെന്ന് നിങ്ങൾ വേറൊരാളോട് കൂടി ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ അത് നിങ്ങളെ സെൽഫ് അനലൈസ് ചെയ്യാനുള്ള പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഓപ്പൺ ചെയ്യും. എല്ലാ ദിവസവും മോർണിംഗ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 15-20 മിനിറ്റ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സംസാരിച്ചു തുടങ്ങും. സോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഈ ബേസിക് ഫൗണ്ടേഷൻ ഒക്കെ ഒന്ന് സെറ്റ് ആക്കുക. ഇത്ര നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഒരു വീട് പണിയാണ് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയാണ്. അപ്പോൾ അതിന്റെ ബേസിക് ഫൗണ്ടേഷൻ, ആ ഫൗണ്ടേഷൻ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മേലെ ബ്രിക്ക് ബൈ ബ്രിക്ക് ഇട്ടിട്ട് എത്ര മേലേക്ക് വേണമെങ്കിലും ബിൽഡ് ചെയ്യാം. എന്നാൽ ആ ഫൗണ്ടേഷൻ സെറ്റ് അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് വെച്ച് ബിൽഡ് ചെയ്യുമ്പോഴത്തേനും എല്ലാം പടം തകർന്നു പൊളിഞ്ഞ് അടി വീഴും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഈ ഫൗണ്ടേഷൻ ആണ് നമ്മളുടെ ബിഗിനേഴ്സ് ചാലഞ്ച്. ഇത് സെറ്റ് ആവാണ്ട് നിങ്ങൾക്ക് ഇതിന്റെ മേലേക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഇന്റർമീഡിയറ്റ് സ്പീക്കറാന്നൊക്കെ പറഞ്ഞിട്ട് ക്ലെയിം ചെയ്ത് വരും. എന്നാൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ വളരെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിഗിനേഴ്സ് ചാലഞ്ച് വെച്ച് തുടങ്ങുന്നത്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ, ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. സോ ഹിയർ യു ഗോ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പ്രോഗ്രാമിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാനൊരു ക്ലാരിറ്റി തരാം. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് റീക്യാപ്പ് അടിക്കാം. ഫോർ ഡേ 1 നമ്മൾ കവർ ചെയ്തത് സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, ടൈം. ഇതാണ് ഇംഗ്ലീഷിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. അതിൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ന് ഫുട്ബോൾ കളിക്കാറുണ്ട് എന്നുള്ള ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനാണ് അവിടെ ഫുട്ബോൾ കളിക്കുന്നത്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിന്റെ അവിടെ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്, ഞാനാണ് അവിടെ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഇംഗ്ലീഷ് പദമായിട്ടുള്ള ഐനെ പ്ലഗ് ഇൻ ചെയ്തു. രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് വേർബാണ്. എന്താണോ പ്രവൃത്തി. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് ഫുട്ബോൾ കളിക്കാറുണ്ട് എന്നുള്ള എക്സാമ്പിൾ നോക്കുമ്പോൾ കളിക്കുക എന്നുള്ളതാണ് പ്രവൃത്തി. കളിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷാണ് പ്ലേ. അപ്പോൾ വേർബിന്റെ അവിടെ പ്ലേ പ്ലഗ് ഇൻ ചെയ്തു. അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ മേലെയാണോ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ ഞാൻ ഇന്ന് ഫുട്ബോൾ കളിക്കാറുണ്ട്. അപ്പോൾ ഫുട്ബോളിന്റെ മേലെയാണ് പ്രവൃത്തി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഫുട്ബോൾ പ്ലഗ് ഇൻ ചെയ്തു. എന്തിന്റെ മേലെയാണോ പ്രവൃത്തി ചെയ്യുന്നത് ആ സാധനമാണ് ഒബ്ജക്റ്റ്. ആൻഡ് ഫൈനലി ടൈം, എപ്പോഴാണ് ചെയ്യുന്നത്. ഇത് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ദിവസം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പദമാണ് എവറി ഡേ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് കിട്ടി, ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ. ഇനിയും ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡേ 1 വീഡിയോ എടുത്ത് കാണാം. റീക്യാപ്പ് ഒക്കെ കഴിഞ്ഞു. ഇന്ന് നമുക്ക് അടുത്തയിലേക്ക് മൂവ് ചെയ്യാം. സോ ഹിയർ യു ഗോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ജക്ട് എത്ര ടൈപ്പ് ഉണ്ട്, വേർബ് എത്ര ടൈപ്പ് ഉണ്ട് എന്നുള്ളതാണ്. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്. അത് ആ പ്രവൃത്തി ഒരാൾക്കും ചെയ്യാൻ പറ്റും, ഒന്നിലധികം ആൾക്കാർക്കും ചെയ്യാൻ പറ്റും. അപ്പൊ ഒരാളാണ് ആ പ്രവൃത്തി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, സിംഗുലാർ സബ്ജക്ട് എന്ന് പറയാൻ പറ്റും. ഒരാളാണ് ആ പ്രവൃത്തി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ സിംഗുലാർ സബ്ജക്ട് എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, അവനാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്, അവളാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്, ഇതാണ് ഈ ഒരു സാധനമാണ് ആ പ്രവൃത്തി ചെയ്യുന്നത്, അല്ലെങ്കിൽ സാം ആണ് ആ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പൊ ഹീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ, ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ, ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത്, സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ, ഒരു വ്യക്തിയല്ലേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഓരോ ആൾക്കാരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ ഹീ ഈസ് ഡൂയിങ് ദാറ്റ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഷീ ആണ്, ഷീ പ്ലേസ് ആണ്, ഇറ്റ് പ്ലേസ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് വർക്ക്സ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ സാധനങ്ങളാണ് ചെയ്യുക, ഓരോ വ്യക്തി അല്ലെങ്കിൽ ഓരോ വസ്തുവാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിനെ സിംഗുലാർ സബ്ജക്ട് എന്ന് പറയാം. സിംഗുലാർ സബ്ജക്ട് ഏതൊക്കെയാണ്? ഹീ, ഷീ, ഇറ്റ്, സാം, ഇതൊക്കെയാണ് സിംഗുലാർ സബ്ജക്റ്റ് ആയിട്ട് വരാം. ഇനി ഈ പ്രവൃത്തി തന്നെ ഒന്നിലധികം ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഈ പ്രവൃത്തി യുവിന് ചെയ്യാൻ പറ്റും. യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ദേയ്ക്ക് ചെയ്യാൻ പറ്റും, ദേ എന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റും, വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞങ്ങള്, അവര്, നിങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒന്നിലധികം ആൾക്കാരെ. അതുപോലെ തന്നെ സാം ആൻഡ് ആന എന്ന് പറയുമ്പോൾ സാമും ആനയും കൂടെ. അപ്പൊ സാം ആൻഡ് ആന എന്ന് പറയുമ്പോൾ അതും ഒന്നിലധികം ആൾക്കാരെ. അങ്ങനെ ഒന്നിലധികം ആൾക്കാരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പ്ലൂറൽ സബ്ജക്ട്സ് എന്ന് പറയാം. അപ്പൊ ഇത്ര ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. സബ്ജക്ട് എന്ന് പറയുന്ന സാധനം, അതാണ് ആരാണ് ആ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് സബ്ജക്ട്. ആ സബ്ജക്റ്റിനെ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നിലധികം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്ലൂറൽ എന്നും, ഒരാളായിട്ടാണ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹീ, ഷീ, ഇറ്റ്, അവന്, അവള്, ഇത്, സാം, അങ്ങനെ ഒരാളാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ സിംഗുലാർ എന്നും, ഞങ്ങള്, അവര്, അതായത് നിങ്ങള്,
യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ദേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര്, വി എന്ന് പറഞ്ഞാൽ ഞങ്ങള്, സാം ആൻഡ് ആന എന്ന് പറഞ്ഞാൽ സാമും ആനയും കൂടെ. അങ്ങനെ ഒന്നിലധികം ആൾക്കാരാണ് ആ പ്രവൃത്തി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്ലൂറൽ സബ്ജക്ട് എന്നും പറയും. ക്ലിയർ അല്ലേ? ഇനി ഒരു എക്സെപ്ഷൻ റൂൾ ഉണ്ട്. ഇംഗ്ലീഷിൽ ഐ എന്ന് പറയുന്നത് ശരിക്കും ഒരാളല്ലേ ഉള്ളൂ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്നത് ഒറ്റ ഒരാളുള്ളൂ. പക്ഷെ ഇംഗ്ലീഷിൽ ഐ എന്ന് പറയുന്നത് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്നിലധികം ആൾക്കാരുള്ള പോലെയാണ് അതിന് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ പ്ലൂറൽ എന്ന് പറയുന്നതിലാണ് ഐ വരുന്നത്. അപ്പോൾ സിമ്പിൾ റൂളാണ്. ഐ എന്ന് പറയുന്നത് ഒരാളാണ് ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ഐ എന്ന് പറയുന്നതിന് നമ്മൾ പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യും, ഒന്നിലധികം ആൾക്കാരായിട്ട് കൺസിഡർ ചെയ്യും. സിമ്പിൾ അല്ല സബ്ജക്റ്റിന്റെ കേസ്. സബ്ജക്ട് എന്ന് പറയുന്നത് സിംഗുലാർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. സിംഗുലാർ എന്ന് പറഞ്ഞാൽ ഒരാളാ പ്രവൃത്തി ചെയ്യുന്നു. പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം ആൾക്കാരാ പ്രവൃത്തി ചെയ്യുന്നു. യു, ദേ, വി, സാം ആൻഡ് ആന. ആൻഡ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലാർ ആണെന്നുണ്ടെങ്കിൽ പോലും, ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും അതിനെ നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്, ഇത് ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ പ്രാക്ടീസ് ഷീറ്റിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. എന്നാൽ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ചിന്തിച്ചാൽ മതി. അയ്യോ ദേവി എന്ന് പറയില്ലേ, ആ സാധനം വെച്ചിട്ട് നിങ്ങൾ പ്ലൂറലിന് ഓർത്തിരിക്കുക, സിംഗുലാറിനെ ഹി, ഷീ, ഇറ്റ്, അത്ര ഓർത്തിരിക്കുക. അപ്പൊ അതാണ് നമ്മുടെ സബ്ജക്റ്റിന്റെ കേസ്. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് വേർബിലേക്ക് കിടക്കുമ്പോൾ 3 ടൈപ്പ് വേർബ് ഉണ്ട്. വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? വേർബ് എന്ന് പറഞ്ഞാൽ ആരാണോ ആ പ്രവൃത്തി ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. വേർബ് 3 ടൈപ്പ് ഉണ്ട്. 3 ടൈപ്പ് എന്ന് പറഞ്ഞാൽ V1 ഉണ്ട്, V2 ഉണ്ട്, V3 ഉണ്ട്. അതിൽ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഫോം. V1ന്റെ മീനിങ്, ബേസ് ഫോമിന്റെ മീനിങ്, അതായത് റൂട്ട് ഫോമിന്റെ മീനിങ് എന്താണ്? V1ന്റെ മീനിങ് ആ ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് V2 V3 എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് ആ V1 ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് V2 V3. കറക്റ്റ് അല്ലേ? V1 എന്ന് പറയുന്നത് ബേസ് ഫോം അഥവാ റൂട്ട് ഫോം. ആൻഡ് അതിന്റെ മീനിങ് വരുന്നത് ആ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് V2 V3 എന്ന് പറയുന്നത് സെയിം ആണ്. ആ V1 എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഫോർ എക്സാമ്പിൾ, പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക. ആ കളിക്കുക എന്നുള്ള പ്രവൃത്തി ചെയ്യുക, അതാണ് V1ന്റെ മീനിങ്. എന്നാൽ V2 V3യിലേക്കും വരുമ്പോൾ ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു. അതായത് കളിക്കുക എന്ന് വരുമ്പോൾ കളിച്ചു, അതായത് കളിച്ചു കഴിഞ്ഞു, ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു. കളിക്കുക എന്നുള്ള പ്രവൃത്തി കഴിഞ്ഞു, അപ്പൊ കളിച്ചു. അതുപോലെ തന്നെ കോൾ എന്ന് പറയുമ്പോൾ വിളിക്കുക എന്നുള്ള പ്രവൃത്തി V1 എന്ന് പറയുമ്പോൾ വിളിക്കുക, കോൾ. എന്നാൽ കോൾഡ് ആണ് V2 വരുന്നത്, കോൾഡ് തന്നെയാണ് V3 വരുന്നത്. അതായത് ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മിക്ക സെന്റൻസിലും നമ്മൾ ഈ ഒരു സെന്റൻസിൽ ED ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് V2 V3 കിട്ടും. എന്നാൽ എല്ലാ സെന്റൻസിനും കിട്ടില്ല. കുറച്ച് റെഗുലർ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുക, അതാണ് അതിന്റെ V1. എന്നാൽ V2 വരുമ്പോൾ ആണ്, കണ്ടു. ആൻഡ് V3 വരുമ്പോൾ സീൻ ആണ്, കണ്ടു എന്ന് തന്നെയാണ് അതിന്റെ മീനിങ് സെയിം ആണ്. അതുപോലെ തന്നെ മെയ്ക്ക്, മെയ്ഡ്, കമ്മ്, കെയിം. അപ്പൊ എല്ലായിടത്തും നമുക്ക് ED ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ V2 V3 കിട്ടണം നിർബന്ധമില്ല. ആൻഡ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ അടുത്ത കമ്മിങ് ക്ലാസ്സിൽ 300 വേർബ്സ് നിങ്ങൾക്ക് തരും. അത് റെഗുലർ ആയിട്ട്, ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വേർബ്സ് ആണ്. അത് നിങ്ങൾ പഠിച്ചു വരുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ. V1 ഉണ്ട്, V2 ഉണ്ട്, V3 ഉണ്ട്. V1 എന്ന് പറയുന്നത് ബേസ് ഫോം, V2 V3 എന്ന് പറഞ്ഞാൽ ആ ബേസ് ഫോം ചെയ്ത് കഴിഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ ചെയ്യുക, ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇതിന്റെ മീനിങ്. സിമ്പിൾ അല്ലേ? സോ അതാണ് 3 ടൈപ്പ് വേർബ്സ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തൊരു സംഭവമാണ് ടെൻസസ്. ടെൻസസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ടെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എപ്പോഴാണ് നടന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് ടെൻസ്. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷിൽ നമ്മൾ ഇവിടെ പഠിച്ച പോലെ, ഇവിടെ നമ്മൾ പഠിച്ചില്ലേ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, ടൈം. ഇതൊരു സ്ട്രക്ചർ അല്ലേ? ഈ സ്ട്രക്ചറിനോട് സിമിലർ ആയിട്ട് വേറെ കുറേ സ്ട്രക്ചറുകൾ ഉണ്ട്. 12 സ്ട്രക്ചറുകൾ ഉണ്ട്. അപ്പൊ ഈ 12 സ്ട്രക്ചറിലും ഇപ്പൊ ഇതിൽ നമ്മൾ തോട്ട്സ് പ്ലഗ് ഇൻ ചെയ്തപ്പോൾ ഒരു ടൈപ്പ് മീനിങ് ആണ് കിട്ടിയേക്കുന്നത്. അത് ഞാൻ ഇപ്പൊ എന്താന്ന് പറയുന്നില്ല. പക്ഷെ വേറൊരു 12 ടൈപ്പ് ഇതുപോലെ തന്നെ ഉള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ സ്ട്രക്ചേഴ്സിൽ നമ്മൾ തോട്ട്സ് പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ, ഒരെണ്ണത്തിൽ പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ ആ പ്രവൃത്തി കഴിഞ്ഞു എന്ന് മീനിങ് കിട്ടും. വേറൊരെണ്ണത്തിൽ പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മീനിങ് കിട്ടും. ഇനി വേറൊരെണ്ണത്തിൽ പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ് എന്ന് മീനിങ് കിട്ടും. അപ്പൊ ഇങ്ങനെ ഓരോ ടൈമിലാണ് ഇത് നടക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് ടെൻസ്. നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്നും ഫുട്ബോൾ കളിക്കാറുണ്ട്. അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് എൻ്റെ ഡിഫറെന്റ് അല്ല ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകും. അപ്പൊ ഇത് 3 സെന്റൻസ് അല്ല. അപ്പൊ ഇത് 3 സ്ട്രക്ചേഴ്സ് ഇംഗ്ലീഷിലുണ്ട്. ആ സ്ട്രക്ചേഴ്സിൽ നിങ്ങൾ തോട്ട്സ് പ്ലഗ് ഇൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ മീനിങ് കിട്ടുക. അപ്പൊ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ആണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സ്ട്രക്ചേഴ്സ്. ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇതൊന്നും അല്ലാതെ ഒന്നും കവർ ചെയ്യേണ്ട. 12 ടെൻസ് ഉണ്ട് മൊത്തത്തിൽ. നമ്മൾ കവർ ചെയ്യുന്നത് വളരെ ഫ്യൂ ടെൻസസ് ആയിരിക്കും. ഒരു 6 or 7 ടെൻസസ് ആണ് നമുക്ക് കവർ ചെയ്യുക. അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ പ്രാക്ടീസ് ഷീറ്റ് ഞാൻ പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്താൽ എല്ലാം സിമ്പിൾ ആയിരിക്കും. അതുകൊണ്ട്
ടെൻസസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഹൈ ലെവൽ ഓവർവ്യൂ കിട്ടിയില്ലേ? ഇനി നമുക്ക് ഈ ഫസ്റ്റത്തെ ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചിട്ടും ഞാനൊരു ഓവർവ്യൂ തരാം, സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ തൊട്ടിട്ട് ടെൻസിലേക്ക് മൂവ് ചെയ്യാം. എന്നിട്ട് ഞാൻ അവിടെ ഒക്കെ ക്ലിയർ ചെയ്ത് തരാം. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിമ്പിൾ പ്രസന്റ് ടെൻസ്, ഏതൊരു ടെൻസ് പഠിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ആ ടെൻസ് എവിടെയാണ് യൂസ് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ടെൻസ് എന്തിനാണ് യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും നിങ്ങൾ ഇംഗ്ലീഷിന് മലയാളത്തിലേക്കോ മലയാളത്തിന് ഇംഗ്ലീഷിലേക്കോ കൺവേർട്ട് ചെയ്യാൻ നിൽക്കരുത്. പകരം ഈ ടെൻസ് ഏതൊരു യൂസ് കേസിലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുക. ആ യൂസ് കേസ് ആണോ ഇതെന്ന് നോക്കുക, അവിടെ നിങ്ങൾ അത് യൂസ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാൻ തുടങ്ങേണ്ടത്. അതല്ലാതെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കൊന്നും കൺവേർട്ട് ചെയ്ത് കളിക്കരുത്. ആൻഡ് 2 കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. എവിടെയാണ് ഈ ടെൻസ് യൂസ് ചെയ്യേണ്ടത്, ആ ടെൻസിന്റെ സ്ട്രക്ചർ എന്താണ്, എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കുക. ആ സിനാരിയോ ആണോ ഇപ്പൊ നിങ്ങൾക്ക് വന്നേക്കുന്നത്, അവിടെ ആ സ്ട്രക്ചർ അപ്ലൈ ചെയ്യുക. ബൂം, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് റുട്ടീൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. റുട്ടീൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്നും വർക്കിന് പോകാറുണ്ട്, ഞാൻ എന്നും ജിമ്മിന് പോകാറുണ്ട്. അതായത് ഒരു ഇടവേളയ്ക്ക്, എല്ലാ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ പോകാറുണ്ട്, എല്ലാ വെള്ളിയാഴ്ച ഞാൻ ചർച്ചിൽ പള്ളിയിൽ പോകാറുണ്ട്, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ഓരോ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ട്, ഞാൻ ഓരോ ഞായറാഴ്ച പള്ളിയിൽ പോകാറുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ ഇയറിലും ഞാൻ അവളെ കാണാൻ പോകാറുണ്ട്. അങ്ങനെയുള്ള റുട്ടീൻസ്, ഒരു ഇടവേളയ്ക്ക് ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതാണ് റുട്ടീൻസ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു യൂസ് കേസിലും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഫാക്ട്സ്. ഫാക്ട്സ് പറയാൻ വേണ്ടി. ഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ടുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, എനിക്ക് അവളെ ഇഷ്ടമാണ്, ഞാൻ അവിടെയാണ് താമസിക്കുന്നത്, ഞാൻ ഈ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ സത്യങ്ങളായിട്ടുള്ള കാര്യങ്ങളല്ലേ? ഇങ്ങനെയുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനൊരു സാധനം പറയണം. ഫോർ എക്സാമ്പിൾ, ഞാൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ടെന്ന് പറയണം. അപ്പം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഈ സ്ട്രക്ചറിലേക്ക് പോവുക. ഈ സ്ട്രക്ചറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സ്ട്രക്ചർ നിങ്ങൾ പഠിക്കുക. ഈ സ്ട്രക്ചറിൽ നിങ്ങളുടെ ഈ തോട്ട്സ് പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മീനിങ് കിട്ടി. ഫോർ എക്സാമ്പിൾ, ഇവിടെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്, സിംഗുലാർ സബ്ജക്റ്റും ഉണ്ട്. അപ്പോൾ ഇത്ര ഉള്ള റൂൾ എന്ന് പറയുന്നത്, പ്ലൂറൽ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഒരു സെക്കൻഡ് ഞാൻ ഇതൊന്നും നിങ്ങൾ പിടിച്ചോട്ടെ. ഓക്കെ, പ്ലൂറൽ സബ്ജക്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ V1 യൂസ് ചെയ്യുക ഒബ്ജക്റ്റ് ടൈം. അതായത് നമ്മൾ ഇവിടെ ഒരു സബ്ജക്റ്റിന്, ഇവിടെ ഒരു സെന്റൻസിന്റെ സിമ്പിൾ ഇംഗ്ലീഷ് സെന്റൻസിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. അതെടുക്കുക, കോപ്പി ചെയ്യുക, ഇവിടെ ഇടുക. ഓക്കെ, ഇവിടെ ഇടുക. എന്നിട്ട് ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ, ഈ സബ്ജക്റ്റ് പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വേർബിന്റെ ഫസ്റ്റ് സംഭവം യൂസ് ചെയ്യുക. ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് ബേസ് ഫോം യൂസ് ചെയ്യുക. ബേസ് ഫോം എന്ന് പറഞ്ഞപ്പോൾ പ്ലെയിന്റെ ബേസ് ഫോം ആണ് പ്ലേ. അതിന്റെ പ്ലേഡ് ആണ് അതിന്റെ V2 V3 ഒക്കെ വരുന്നത്. അപ്പൊ ബേസ് ഫോം ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. പ്ലേഡ് അല്ല യൂസ് ചെയ്യുന്നത്, ബേസ് ഫോം, അതായത് V1 ബേസ് ഫോം ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ പ്ലൂറൽ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബേസ് ഫോം യൂസ് ചെയ്യുക. അത്രേ ഉള്ളൂ റൂള്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. അപ്പോ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഹിയർ യു ഗോ. അപ്പൊ എക്സാമ്പിൾസിലേക്ക് പോകുമ്പോൾ ഐ വന്നു, ഐ, യു, ദേ, വി. ഇതൊക്കെ എന്താണ്? പ്ലൂറലാണ്. ഐ എങ്ങനെയാണ് പ്ലൂറൽ ആയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഐ ഇംഗ്ലീഷിൽ കൺസിഡർ ചെയ്യുന്നത് പ്ലൂറൽ ആയിട്ടാണ്, ഒരാളാണെങ്കിൽ പോലും. അതൊരു എക്സെപ്ഷൻ കേസാണ്. അപ്പൊ ഐ, യു, ദേ, വി എന്ന് പറയുന്നതാണ്. ഐ, യു, ദേ, വി ആണ് പ്ലൂറൽ. ഐ, യു, ദേ, വി ആണ് പ്ലൂറൽ. ഐ, യു, ദേ, വി വന്നു കഴിഞ്ഞാൽ വേർബിന്റെ പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ വേർബിന്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്യണം. അതാണ് റൂള്. പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ വേർബിന്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്യണം. അപ്പൊ ഐ, യു, ദേ, വി വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വേർബിന്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഞാൻ എല്ലാ ദിവസവും കളിക്കാറുണ്ട്. ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ. ആൻഡ് യു വാച്ച് മൂവി എവറി സൺഡേ. നിങ്ങൾ എല്ലാ ദിവസവും മൂവി കാണാറുണ്ട്. അങ്ങനെ ഒരാളുടെ അടുത്ത് നമ്മൾ പറയില്ല, എന്നാലും നിങ്ങൾ എല്ലാ ദിവസവും മൂവി കാണാറുണ്ട് അല്ലേ എന്നൊക്കെ പറയില്ലേ. അപ്പൊ യു വാച്ച് മൂവി എവറി സൺഡേ, നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും മൂവി കാണാറുണ്ട്, റൈറ്റ് എന്നൊരു സാധനം യൂസ് ചെയ്യാം. യു വാച്ച് മൂവി എവറി സൺഡേ, റൈറ്റ്. ആൻഡ് ദേ റീഡ് ബുക്സ് എവറി നൈറ്റ്. ദേ റീഡ് ബുക്സ് എവറി നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാ ദിവസവും ബുക്സ് വായിക്കാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ 4 സാധനങ്ങൾ റുട്ടീൻസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാം. ഐ പ്ലേ ഫുട്ബോൾ എവറി ഡേ, ഞാൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ട്, റുട്ടീൻ അല്ലേ? കറക്റ്റ് ആയില്ലേ മീനിങ്? ആൻഡ് യു വാച്ച് മൂവി എവറി സൺഡേ, നിങ്ങൾ എല്ലാ ദിവസവും എല്ലാ സൺഡേയും എല്ലാ ഞായറാഴ്ച മൂവി കാണാറുണ്ട്, അത് റുട്ടീൻ അല്ലേ? അപ്പൊ അത് കറക്റ്റ് ആയില്ലേ? ആൻഡ് ദേ റീഡ് ബുക്സ് എവറി നൈറ്റ്, അവര് എല്ലാ നൈറ്റും അവരെല്ലാ ദിവസവും നൈറ്റ് ബുക്ക് വായിക്കാറുണ്ട്, അവരെല്ലാ രാത്രിയും ബുക്ക് വായിക്കാറുണ്ട്, അത് റുട്ടീൻ അല്ലേ? ആൻഡ് വി ഡ്രിങ്ക് വാട്ടർ എവറി മോർണിംഗ്, ഞങ്ങൾ വാട്ടർ എല്ലാ മോർണിംഗും കുടിക്കാറുണ്ട്, റുട്ടീൻ അല്ലേ? ആൻഡ് റുട്ടീൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ റുട്ടീൻ പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു സെന്റൻസിന്റെ ഫോർമാറ്റിൽ സാധനങ്ങൾ പ്ലഗ് ഇൻ ചെയ്യുക. അതുപോലെ തന്നെ ഫാക്ട്സ് പറയാൻ വേണ്ടിയിട്ടും. അപ്പൊ ഇതൊക്കെ ഫാക്ട്സ് ആണ്. ഫോർ എക്സാമ്പിൾ, ഐ ലവ് ഹെർ. അപ്പൊ ടൈം എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ടൈം എന്ന് പറയുന്നത് ഓപ്ഷണൽ ആണ്. അപ്പൊ ടൈം ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് ഐ ലവ് ഹെർ, എനിക്ക് അവളെ ഇഷ്ടമാണ്. യു ലൈക്ക് ഹെർ, യു ലൈക്ക് മ്യൂസിക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മ്യൂസിക് ഇഷ്ടമാണ് എന്നാണ്. പക്ഷെ അത് ഒരാളുടെ അടുത്ത് ഞാൻ പറയില്ലല്ലോ നിനക്ക് മ്യൂസിക് ഇഷ്ടമാണെന്ന് പറയില്ലല്ലോ. അപ്പൊ യു ലൈക്ക് മ്യൂസിക്, റൈറ്റ്? അങ്ങനെ ചോദിക്കാം.
ആൻഡ് ദേ ലിവ് ഇൻ കേരള. ദേ ലിവ് ഇൻ കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിക്കുന്നത് കേരളത്തിലാണ് എന്നാണ് അതിന്റെ മീനിങ്. അവർ ജീവിക്കുന്നത് കേരളത്തിലാണ്. അപ്പൊ ഇതൊക്കെ ഫാക്ട്സ് അല്ലേ? എനിക്ക് അവളെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമാണ്, അവർ ജീവിക്കുന്നത് കേരളത്തിലാണ്. അപ്പൊ ഫാക്ട്സ് പറയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ റുട്ടീൻസ് പറയാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പൊ റുട്ടീൻ ആണെന്ന് കണ്ടത് ഞങ്ങൾക്ക് റുട്ടീൻ ആണ് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റിൽ പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ V1 ഇട്ടിട്ട് ഒബ്ജക്റ്റ് ടൈം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോർമാറ്റിൽ നിങ്ങൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റുട്ടീൻസും ഫാക്ട്സും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഒരു വേറെ യൂസ് കേസ് വരുന്നത് സിംഗുലാർ ആണെന്നുണ്ടെങ്കിൽ V1 മാത്രം യൂസ് ചെയ്താൽ പോരാ, V1ന്റെ കൂടെ ഒരു എസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് പറയണം അവൻ ഫുട്ബോൾ കളിക്കാറുണ്ടെന്ന് എനിക്ക് പറയണം. അപ്പൊ അവൻ ഫുട്ബോൾ കളിക്കാറുണ്ടെന്ന് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഹീ പ്ലേ ഫുട്ബോൾ എന്ന് പറയാൻ പറ്റില്ല, ഹീ പ്ലേസ് എന്ന് പറയണം. ഇതിന്റെ കൂടെ എസും കൂടിയും ആഡ് ചെയ്ത് കൊടുത്ത് പറയണം. അപ്പൊ സിംഗുലാർ ആണെന്നുണ്ടെങ്കിൽ എസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഹീ പ്ലേസ് ഫുട്ബോൾ എവറി ഡേ. അപ്പൊ ഇത് ഈ 4 എന്ന് പറയുന്നത് റുട്ടീൻസ് ആണ്. അപ്പൊ റുട്ടീൻസിൽ ഹീ പ്ലേസ് ഫുട്ബോൾ എവറി ഡേ, അവൻ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കാറുണ്ട്. അപ്പൊ പ്ലേ അല്ല, V1 അല്ല യൂസ് ചെയ്യേണ്ടത്, V1 എസ് ആണ് യൂസ് ചെയ്യേണ്ടത്. V1ന്റെ കൂടെ എസും കൂടി കൂട്ടിച്ചേർത്ത് കൊടുക്കണം. ഷീ വാച്ചസ് മൂവി എവറി സൺഡേ. ഷീ വാച്ച് എന്ന് പറയാൻ പറ്റില്ല, ഷീ വാച്ചസ്. അപ്പോൾ ഒരു എസ് ആഡ് ചെയ്തെടുക്കണം, ഷീ വാച്ചസ് മൂവി എവറി സൺഡേ. അതുപോലെ തന്നെ ഹീ എന്ന് പറയുമ്പോൾ ഹീ ഗോ അല്ല, ഹീ ഗോസ്. ഇവിടെ ES ഉണ്ട്, അത് ഗോസിന് മാത്രം ഒരു എക്സെപ്ഷണൽ കേസാണ്. പക്ഷെ നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി, അതിന്റെ എസിന്റെ ശബ്ദം മാത്രമല്ല അവിടെ വരുന്നുള്ളൂ. അപ്പൊ ഹീ ഗോസ് ടു സ്കൂൾ എവറി മോർണിംഗ്. ആൻഡ് രാഹുൽ റീഡ്സ് ബുക്സ് എവറി നൈറ്റ്. അപ്പോൾ രാഹുൽ എന്ന് പറയുമ്പോഴും സിംഗുലാർ ആണ്, സിംഗുലാർ ആയതുകൊണ്ട് ഒരു എസ് ആഡ് ചെയ്ത് കൊടുക്കുക, എസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബുക്സ് എവറി നൈറ്റ്. ആൻഡ് ഇനി അടുത്തത് ഫാക്ട്സ് ആണ്, ഈ 4 ഫാക്ട്സ് ആണ്. ഹീ ലവ്സ്. അപ്പൊ ഇവിടെ നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഹീ ലവ് അല്ല വരാ, ഹീ ലവ്സ്. സിംഗുലാർ ആണെന്നുണ്ടെങ്കിൽ V1ന്റെ കൂടെ എസ് ആഡ് ചെയ്ത് കൊടുക്കുക. അത്ര ഉള്ള റൂള് സിമ്പിൾ ആണ്, ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അപ്പൊ അത്രയാണ് നമ്മുടെ റൂൾ ഉള്ളൂ, സിമ്പിൾ റൂളാണ്. V1 ആണെന്നുണ്ടെങ്കിൽ ഇത്ര ഉള്ളു സംഭവം. ഈ സാധനം കോപ്പി ചെയ്തിട്ട് ഇവിടെ ഇടാം. നിങ്ങളുടെ ടാസ്കും ഇത് തന്നെയാണ്, ഈ സാധനം കോപ്പി ചെയ്തിട്ട് ഇടാം. പ്ലൂറൽ വന്നു കഴിഞ്ഞാൽ V1 യൂസ് ചെയ്യുക ഒബ്ജക്റ്റ് ടൈം, സിംഗുലാർ വന്നാൽ V1S യൂസ് ചെയ്യുക ഒബ്ജക്റ്റ് ടൈം. ഈ സാധനം ഇവിടെ കോപ്പി ചെയ്തിടുക. എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ 15 സെന്റൻസ് നിങ്ങളെ ലൈഫിൽ നടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന 15 സെന്റൻസ് നിങ്ങൾ ഫോം ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഹി പ്ലേസ് ഫുട്ബോൾ എവറി ഡേ, യു ലവ് മ്യൂസിക്കോ വറെവർ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾ പ്ലഗ് ഇൻ ചെയ്തിട്ട് റുട്ടീൻസ്, അതായത് നിങ്ങളെ ലൈഫിൽ നടക്കുന്ന റുട്ടീൻസോ ഫാക്ട്സോ 15 ഫാക്ട്സും റുട്ടീൻസും പാടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സിംഗുലാറിനും 15 ഫാക്ട്സും റുട്ടീൻസും ക്രിയേറ്റ് ചെയ്യുക, നമ്മളെ ഗ്രൂപ്പിൽ വന്നിട്ട് പോസ്റ്റ് ചെയ്യുക. അതാണ് നിങ്ങൾ ഇന്നത്തെ ടാസ്ക്. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവിൽ ക്ലിയർ ചെയ്യും. നിങ്ങൾ അത് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട. ഇപ്പം മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾ മാക്സിമം ആക്ടിവിറ്റീസ് ഇടുക. നമുക്ക് ബാക്കിയൊക്കെ ലൈവിൽ ക്ലിയർ ചെയ്യാം. ബൈ.